ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നിഫ്റ്റിയിൽ നമ്മുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ, ഇന്നേക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 25,343 എന്ന ലെവലിലായിരുന്നു. ഇന്ന് ഒരു 144 പോയിന്റിൽ ഇന്ന് ഓപ്പൺ ആയത് 25,487 എന്ന ലെവലിലായിരുന്നു. നമുക്കറിയാം, ഇന്നലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ മൂവ് ചെയ്യുകയാണ് എങ്കിൽ ഈ ലെവലിന് മുകളിലോട്ട് കടന്നു കയറുകയാണെങ്കിൽ വീണ്ടും ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇതാണ്. അതിന് മുകളിൽ രേഖപ്പെടുത്തിയ ലെവലും ഇതാണ്. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയത് തന്നെ കൃത്യമായും നമ്മൾ കടന്നു കയറണം എന്ന് കരുതിയിരുന്ന ഒരു ലെവലിന് മുകളിലാണ്. ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ വളരെ വ്യക്തമായ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തരികയും തുടർന്ന് ഈ അടുത്ത 5 മിനിറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നെങ്കിലും അവൻ അവിടെ ഹോൾഡ് ചെയ്തു. കൃത്യമായും ഈ ലെവലിൽ നിന്ന് ചെറിയ ടൈം ഫ്രെയിമിൽ പ്രൈസ് തിരിയുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരു എൻട്രി എടുത്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ, അതുവരെ രേഖപ്പെടുത്തിയ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട്, അതോ ഈ ലെവലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാം എന്നുള്ള ഒരു വിപരീത ധൈര്യം ഉപയോഗിക്കാൻ കഴിഞ്ഞവർക്ക്, ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ കൃത്യമായും പ്രൈസ് മൂവ്മെന്റ്, പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക തന്നെ വേണം. അത്തരത്തിലൊരു ട്രേഡ് ചെയ്തിരുന്നവർക്ക് തീർച്ചയായും ഇത് ഒരു പ്രോഫിറ്റ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാമാന്യം നല്ല ടാർഗറ്റും ലഭിച്ചിട്ടുണ്ട്. 50 പോയിന്റിനടുക്കെയുള്ള ഒരു മൂവ്മെന്റ് വളരെ വ്യക്തമായി ലഭിച്ചു. എന്നാൽ നമുക്കറിയാം, ഇത്തരത്തിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനടി റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ തീർച്ചയായും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വീണ്ടും ഒരു സെല്ലിംഗ് ആണ് ഇവിടെ നിന്നും ലഭിക്കുക. ഇതിന് മുകളിലോട്ട് വളരെ ഉയർന്ന ഒരു റെസിസ്റ്റൻസ് ലെവലുള്ള ഒറ്റയടിക്ക് പ്രൈസ് ഒരിക്കലും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ ഏരിയയിൽ എത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, കോളിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയും ഡിക്ലൈൻ കാണിക്കുന്നു എന്ന് തോന്നുന്നയാൾ ഉടൻ തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈയോ അതല്ലെങ്കിൽ ഒരു നിശ്ചിത പോയിന്റ് മുകളിലോ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ വിപരീത ധൈര്യം തന്നെയാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്തു. വീണ്ടും അപ്വേർഡ് വന്ന് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരുന്ന റെസിസ്റ്റൻസിന് മുകളിലോട്ട് കടക്കുന്നില്ല എന്ന് തിരിയുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം, ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാം എന്ന് കരുതിയ ആൾക്കാർക്ക് തീർച്ചയായും ഒരു നല്ല പ്രോഫിറ്റിലുള്ള ട്രേഡ് സാധ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു കാരണം, ഇവിടെ പ്രൈസ് ഈ ലെവൽ ഇറങ്ങി വന്ന് ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് വീണ്ടും കയറി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും ഈ ലെവലിന് മുകളിലോട്ട് കിടക്കുന്നില്ല, സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്താൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നതായിരുന്നു. കൃത്യമായും ആ തരത്തിലൊരു ലെവൽ നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ട്രേഡ് വളരെ നല്ല രീതിക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചു. ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമെന്ന് കരുതിയവർക്കും ഈ ലെവലിലോട്ട് മൂവ് ചെയ്തേക്കാം എന്ന് പ്രതീക്ഷിച്ചെങ്കിലും വളരെ നിസ്സാരമായ ഒരു ടാർഗറ്റ് ലെവൽ അഥവാ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടാവുക. അതല്ല, ഇവിടെ നിന്നും റിവേഴ്സ് വന്നപ്പോൾ വീണ്ടും കിട്ടുന്ന റെസിസ്റ്റൻസിൽ ഇന്നത്തെ ട്രേഡിംഗ് ലെവൽ അഥവാ ഇന്നത്തെ ഒരു സെന്റിമെന്റ് സെല്ലിംഗ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രം നോക്കി നിന്നവർക്കും ഈ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിലും നല്ല ട്രേഡിംഗ് ഫെസിലിറ്റി ആയിരുന്നു, സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ ലെവൽ പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് വീണ്ടും പുതിയ ലോ തരുന്നില്ല, റിവേഴ്സൽ കാണിക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ ഇട്ട് ഈ ലെവൽ, ഒരു സ്റ്റോപ്പ് ലോസ് റെഡ് ലൈൻ ഇട്ട് ഞാൻ ഈ ലെവൽ വാച്ച് ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മുടെ പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എങ്കിലും ഈ ലെവൽ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റിൽ ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സായി കൃത്യമായും ആ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ പ്രൈസ് അപ്വേർഡ് റിവേഴ്സ് ആകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഒരു ഹീറോ സീറോയ്ക്കുള്ള ചാൻസ് ഇന്ന് വീക്ക്ലി ക്ലോസിംഗിലായിരുന്നിട്ട് പോലും ലഭിച്ചിരുന്നില്ല. അത് ഈ തരത്തിൽ ഇവിടെ നിന്നും റിവേഴ്സ് ആവുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു ഹീറോ സീറോ ലഭിക്കുമായിരുന്നു എന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് അത്തരത്തിലൊരു മൂവ്മെന്റ് ലഭിച്ചിരുന്നില്ല. ഇതാണ് പലപ്പോഴും ഹീറോ സീറോ അതല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ലെവൽ തരാൻ കഴിയാതെ വരുന്നതിന്റെ കാരണം. കൃത്യമായി തിരിച്ചറിഞ്ഞ് ഒരു എൻട്രിക്കുള്ള ലെവൽ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു ലെവൽ പോസ്റ്റ് ചെയ്തു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടാൻ സാധ്യത കുറവാണ്. അഥവാ ഈ തരത്തിലൊരു എൻട്രി നിന്ന്
കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് കൊടുത്തു കഴിഞ്ഞാലും അത് പ്രായോഗികമായി ഉപയോഗിക്കുക ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് തരാൻ സാധ്യമാകാത്തത്. പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് പതിവ് പോലെ പഴയതുപോലെ ലെവലുകൾ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്, ഇപ്പോൾ തരുന്നില്ല എന്ന്. പക്ഷേ കൃത്യമായും ഇത് മാത്രം ബാച്ച് ചെയ്ത് ലെവൽ തന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നതാണ്. വ്യക്തിപരമായ ചില മറ്റു തിരക്കുകൾ ഉള്ളതിനാൽ ആ തരത്തിൽ എനിക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ദയവായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ലഭിച്ച ലെവലുകളെ, മൂവിങ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിച്ച് നോക്കാം. 25,408 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി 2 ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് 25,577 എന്നതാണ്. അതിനു മുകളിൽ ഒരു ഇന്നത്തെ ഹൈ എത്രയാണോ അത് രേഖപ്പെടുത്താൻ വേണ്ടി 25,613 എന്ന ലെവൽ, അങ്ങനെ ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ കടന്നു കഴിഞ്ഞാൽ ഈ ലെവൽ ലഭിക്കുമെന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ പോലും ഒറ്റയടിക്ക് ആ തരത്തിലൊരു മൂവ്മെന്റ് ലഭിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ ഈ ലെവൽ 25,535 എന്ന ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ലെവൽ അതുപോലെ തന്നെ ഈ ലെവലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഈ തരത്തിലൊരു ലെവൽ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നാളെ വീക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിലോട്ട് കടക്കുകയാണെങ്കിൽ തുടർന്ന് വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ലെവലുകളൊക്കെ ടാർഗറ്റുകളായി 25,699, 757 എന്ന ലെവലുകളൊക്കെ ടാർഗറ്റുകളായി ലഭിക്കാമെന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ നാളെ ഒരു അവസാന ദിവസം, വീക്കിന്റെ അവസാന ദിവസം ആയതുകൊണ്ട് പുതിയ ഉയരം തരാതെ പ്രൈസ് നിന്നാലോ എന്നൊരു സംശയം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്യുക. ഞാൻ മുൻപ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സക്സസ്ഫുൾ ട്രേഡർ ആകാൻ എന്ത് പഠിക്കണം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ രേഖപ്പെടുത്താനും പ്രൈസ് ക്യാൻഡിൽ പാറ്റേണും മനസ്സിലാക്കാനും നമുക്കത് തിരിച്ചറിയാനും കഴിയുകയാണെങ്കിൽ തീർച്ചയായും ആർക്കും സക്സസ്ഫുൾ ട്രേഡറായി മാറാൻ പറ്റും. അത് ക്രമേണ പരിശീലിച്ച് വരികയാണ് വേണ്ടത്. അത്തരത്തിൽ പരിശീലിച്ച് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ആർക്കും ഒരു സക്സസ്ഫുൾ ട്രേഡറായി മാറാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ പരിശീലിക്കുന്നതിന് റിയൽ മണി ഉപയോഗിക്കാതെ പേപ്പർ ട്രേഡ് ചെയ്ത് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ചെറിയ ക്വാണ്ടിറ്റി റിയൽ മണി ഉപയോഗിച്ച് ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യുക എന്നതാണ് അതിന് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിനിടയിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ, ഇന്ന് ഈ ലെവൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഒരു ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും. പ്രധാനമായും ലഭിക്കേണ്ടത് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയി ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് ഇവ കാണാമെന്ന് കരുതുന്നു. 25,326, 285, 244, 198, 131, 25,071, 25,022 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. മുൻപേ രേഖപ്പെടുത്തിയിട്ടുള്ള ലെവലുകൾ തന്നെയാണ്. എന്നാൽ പ്രൈസ് അപ്വേർഡ് പോകുന്നത് കൊണ്ട് നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള ഈ ടാർഗറ്റുകൾ ലഭിക്കുന്നില്ല എന്നേ ഉള്ളൂ. ക്ലോസിംഗ് ലഭിക്കുക, അതിനനുസരിച്ചാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, ആരോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ലെവലുകൾ പറയാതെ കൃത്യം പോയിന്റുകൾ പറയുകയാണെങ്കിൽ നല്ലത് എന്ന്. എന്നാൽ അതിനകത്തെ പ്രായോഗിക ബുദ്ധിമുട്ട്, നാളെ പ്രൈസ് തികച്ചും വാർത്തകൾക്ക് അടിസ്ഥാനമായി എന്തെല്ലാമോ വാർത്തകൾ ഉണ്ടാകാം, അതെന്താണെന്ന് കൃത്യമായി കണ്ടെത്തുക, നിരീക്ഷിക്കുക, അന്വേഷിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ശീലമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ തരത്തിലാണ് ചെയ്തു വരാറ്. പ്രൈസ് നാളെ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങോട്ടേക്ക് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും എന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം
ആ ലെവലുകൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് ഞാൻ ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റെസിസ്റ്റൻസോ സപ്പോർട്ടുകളോ തീർച്ചയായും പ്രവർത്തിക്കുമെന്നാണ് അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നാളെ കൃത്യമായും എത്ര പോയിന്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺ വന്നേക്കും അല്ലെങ്കിൽ അപ്വേർഡ് മൂവ് ചെയ്തേക്കും, അതങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ ഈ ലെവലുകൾ തീർച്ചയായും വർക്ക് ചെയ്യും എന്നത് തന്നെയാണ് ദീർഘവർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചം. അങ്ങനെ അനുഭവത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രധാന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയകൾക്കുള്ളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ലെവലുകളെല്ലാം കൃത്യമായി കീപ്പ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ആയി ഈ ലെവലുകൾ വർക്ക് ചെയ്തേക്കാം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി ഈ ലെവലും വർക്ക് ചെയ്തേക്കാം എന്നാണ്. അങ്ങനെ ഒരു സ്റ്റോപ്പ് ലോസ് ലെവൽ കണക്കാക്കാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള തിൻ ലൈനുകളും ഞാൻ രേഖപ്പെടുത്തി പോരുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ട്രേഡിംഗ്, നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാന്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 52,951 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാന റെസിസ്റ്റൻസ് ആയി ആദ്യമേ ലഭിക്കാവുന്ന ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് 53,746 ആണ്. ഇന്ന് പുതിയ ഉയരം തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആ ലെവൽ ലഭിച്ചിരുന്നില്ല. 1-2 പോയിന്റിന്റെ ചെറിയ പോയിന്റുകൾക്ക് വ്യത്യാസത്തിൽ പുതിയ എവർ ടൈം ഹൈ തരാതെ ഇവിടെ നിന്നും സെൽ ഓഫ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ ഈ ലെവലിന് മുകളിലോട്ട് കടക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, ഞാൻ ഇങ്ങനെ പറയുന്നത് ഇവിടെയാണല്ലോ ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിട്ടുള്ളത്, ഇൻഡെക്സ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു കണ്ടിന്യൂവേഷൻ എന്ന രീതിക്ക് നാളെ ഇവിടെ ഒരു തുടർച്ചയായി വരികയാണെങ്കിൽ, ഓപ്പൺ ആവുകയാണെങ്കിൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം അപ്വേർഡ് തന്നെ പ്രൈസ് മൂവ് ചെയ്യുമെന്ന് കണക്കാക്കാൻ, അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ ലഭിക്കേണ്ടത് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സിലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ഞാൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ ഞാൻ കീപ്പ് ചെയ്യുന്ന പ്രധാന സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിക്കാമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ഞാൻ ചിലപ്പോഴൊക്കെ ഈ ടാർഗറ്റ് ലെവലുകൾ ഒറ്റയടിക്ക് ഇത് അപ്വേർഡ് പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കട്ട് ചെയ്ത് വീണ്ടും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയ ട്രേഡിൽ എൻ്റർ ചെയ്യുകയാണ് ചെയ്യാറ്. കാരണം പ്രൈസ് മൂവ് ചെയ്യാൻ സമയമെടുക്കുന്നതിനനുസരിച്ച് പ്രീമിയത്തിൻ്റെ മെൽറ്റിംഗ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ റീ എൻ്റർ ചെയ്യുകയാണ് ലാഭകരം എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രേഡ് ഞാൻ അനലൈസേഷൻ പറയുന്നതും. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരുപക്ഷെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് പ്രൈസ് ഡിക്ലൈൻ ആകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് ആദ്യത്തെ ഒരു കാര്യം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ അപ്വേർഡ് പൊട്ടിക്കാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടിയൊക്കെ ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 52,622, 449, 261 എന്നിങ്ങനെ. 261 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 83,160 എന്ന ലെവലാണ് ഞാൻ പ്രധാന സപ്പോർട്ടായി കാണുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുകളായി കാണുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ആണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ ഗ്രാജുവലി ഇതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് രേഖപ്പെടുത്തി കാണുന്നവ. അവ 84,035, 84,201 എന്ന ലെവലുകൾ വരെയാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നുള്ളതിനകത്ത് ആദ്യത്തെ ഒരു സിംറ്റം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് വീണ്ടും അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റുകളാണ് ഈ രേഖപ്പെടുത്തിയിട്ടുള്ളവ. ഇവയെല്ലാം സ്ട്രോങ് സപ്പോർട്ടുകളായി വർക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് ഈ ഏരിയയ്ക്ക് അടുത്തെത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം വീണ്ടും റീ എൻ്റർ ചെയ്യുകയായിരിക്കും ഉചിതം. ഞാൻ അത്തരത്തിലാണ് ട്രേഡ് ചെയ്യുക. അങ്ങനെ വീണ്ടും ഡിക്ലൈൻ ആകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അവ 82,507, 366, 197, 81,984, 765 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ലെവലുകൾ. ഞാൻ ഈ തരത്തിൽ ചെറിയ മൈനർ സപ്പോർട്ടും റെസിസ്റ്റൻസും രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എനിക്കാണെങ്കിലും ഈ തരത്തിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടിയതിന് ശേഷം ഡേയ്സ് ഹൈ എന്നതിന് പകരം അത് നമ്മൾക്ക് വേരിയേഷൻ വന്നേക്കാം എന്ന് ചിന്തിച്ചാൽ പോലും ഈ ഒരു ലെവൽ രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ അതിന് മുകളിലോട്ട് കിടക്കുകയോ ക്രോസ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും എൻ്റെ ട്രേഡിന് വിപരീതമാണ് എങ്കിൽ തീർച്ചയായും അവിടെ എൻ്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക തന്നെയാണ്, ലോസ് ബുക്ക് ചെയ്യുക തന്നെ ചെയ്യും. അത്തരത്തിൽ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ലോസ് ലിമിറ്റഡ് ആയി അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രഷറിലാകും, ടെൻഷനിലാകും. നമ്മളുടെ ഡയറക്ഷനിലോട്ട് പ്രൈസ് വരുമോ ഇല്ലയോ, വരികയാണെങ്കിൽ തന്നെ പിന്നെ ഒരു പ്രോഫിറ്റിലോട്ട് എത്താനൊക്കെ പ്രശ്നമാണ്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ആ ലോസ് ബുക്ക് ചെയ്ത് അടുത്ത ഒരു പൊസിഷൻ വ്യക്തമായി പ്ലാൻ ചെയ്ത് എൻ്റർ ആവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ട്രേഡിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ വന്നിരിക്കുന്ന ലോസ് നികത്തി ന്യൂട്രൽ ആകാൻ കഴിയുന്നതാണ്. അതാണ് ഞാൻ ചെയ്യാറ്. അതല്ലാതെ വന്നാൽ ഞാൻ പൊസിഷൻ അക്യൂമുലേറ്റ് ചെയ്യാറുമില്ല. അത്തരത്തിൽ ചെയ്യുന്നതും ഒരു ലോസിലോട്ട് തന്നെ എത്തിപ്പെടും എന്നുള്ളതാണ്. അതിനപ്പുറം നമ്മൾക്കൊരു ട്രേഡിൽ നിന്നും ഒന്ന് മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുമെന്നതിനാൽ ഞാൻ അത്തരത്തിൽ ചെയ്യാറില്ല. ഇത്തരത്തിൽ കൃത്യമായ ലെവലുകൾ കണക്കാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം വിഭിന്നമായ രീതികൾ ഉണ്ടാവാം. നിങ്ങൾ ഓരോരുത്തരും സക്സസ് ആയി പ്രോഫിറ്റബിൾ ആണ് എങ്കിൽ ആ തരത്തിൽ ട്രേഡ് ചെയ്യാൻ തന്നെ പരിശ്രമിക്കുക. നിങ്ങൾ നിരന്തരം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു മികവ് നേടാൻ കഴിയുന്നത് തന്നെയാണ്. ഇത് എല്ലാവരും അവരവരുടെ ഒരു സൗകര്യത്തിന് അവരവർക്ക് ഒരു റേറ്റ് തരുന്നു, സക്സസ് റേഷ്യോ തരുന്നു എന്നതിനെ മനസ്സിലാക്കിയാണ് ട്രേഡ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും ട്രേഡിംഗ് രീതി തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ കഴിയില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ആത്യന്തികമായ ലക്ഷ്യം. അത് നേടാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ദിവസവും നാളെയും വീണ്ടും നല്ല മൂവ്മെൻറ്റുകൾ എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.